ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിതത്തിൽ നമ്മെ മുറിവേൽപ്പിച്ചവർ പലരാണ്, പലതരത്തിലുമാണ്. അസൂയാലുവായ അയൽക്കാരൻ, നിഷേധവികാരങ്ങളുമായി ഏറ്റുമുട്ടുന്ന ജീവിത പങ്കാളി, പരിഭവക്കാരായ മക്കൾ, അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ അനവധിയുണ്ട്. ഇതിനും പുറമെ മനുഷ്യത്വമില്ലാത്ത കരാളമനസ്കരായ വേട്ടക്കാർ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവുകളും ധാരാളമുണ്ട്. ശാരീരികവും വൈകാരികവുമായ പീഡനങ്ങളുടെ മുറിവുകൾ ഒരിക്കലും ഉണങ്ങാത്തതും ഉറക്കം കെടുത്തുന്നതുമാണ്. ഇത് തീർച്ചയായും മനസ്സിന്റെ സന്തുലിതാവസ്ഥയുടെ താളം തെറ്റിക്കും. ശത്രുക്കളോട് ക്ഷമിക്കാനും മാപ്പുകൊടുക്കാനും തയ്യാറായില്ലെങ്കിൽ മുറിവുകളുടെ വേദനയോടൊപ്പം മനസ്സിലെ നിഷേധവികാരങ്ങളുണ്ടാക്കുന്ന അസ്വസ്ഥതകളുടെ സംഘർഷവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. മാപ്പ് കൊടുക്കുകയും മറക്കുകയും ചെയ്യുമ്പോൾ അഡീഷണൽ ബോണസായി കിട്ടുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? സമാധാനം, പ്രത്യാശ, ആനന്ദം, ദൈവത്തിൻ്റെ പാപക്ഷമ തുടങ്ങിയവയൊക്കെയാണ്. മാപ്പ് കൊടുക്കൽ പലർക്കും പലതാണ്. പൊതുവെ പറഞ്ഞാൽ മനസ്സിലെ വെറുപ്പിൻ്റെയും പ്രതികാര ചിന്തകളുടെയും ഫയലുകൾ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന അനുഭവമാണ് മാപ്പ് കൊടുക്കൽ. വെറുമൊരു സോറി പറയലല്ല. മറ്റുള്ളവരിൽ നിന്ന് ഏറ്റ മുറിവുകളെ നിസ്സാരമായി കാണുകയോ മറക്കുകയോ ചെയ്യലല്ല മാപ്പ് കൊടുക്കൽ. മുറിവുകളേറ്റ മനസ്സുമായി സമാധാനത്തിൻ്റെ വഴിയിലൂടെയുള്ള പുതിയൊരു ജൈത്രയാത്രയുടെ തുടക്കമാണത്. അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമൊക്കെ നേർവീതിയിലൂടെയുള്ള വിജയോത്സവ യാത്രയാണ് മാപ്പ് കൊടുക്കൽ. പക്ഷേ ഇതൊരു വലിയ ചലഞ്ചാണ്. മാപ്പ് കൊടുക്കുമ്പോൾ ആത്മശരീര മനസ്സുകളിലും വികാരങ്ങളിലുമൊക്കെ പെയ്തിറങ്ങുന്ന സാന്ത്വന അനുഭവങ്ങൾ അനവധിയാണ്. എന്തൊക്കെയാണത്? ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും, മാനസികാരോഗ്യം മെച്ചപ്പെടും, പിരിമുറുക്കവും ആകാംക്ഷയും വെറുപ്പുമൊക്കെ ലഘൂകരിക്കപ്പെടും, രക്തസമ്മർദ്ദം കുറയും, മനസ്സിലെ വിഷാദ മേഘങ്ങൾ മാഞ്ഞു പോകും, ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ ശക്തമാകും, ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കും, ആത്മവിശ്വാസത്തിൻ്റെ സൂചിക ഉയരും. അങ്ങനെ പോകുന്നു മാപ്പ് കൊടുക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ നീണ്ട ലിസ്റ്റ്. ചിലർ സ്വതവേ മുറിവേൽപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കുന്ന സാത്വിക പ്രകൃതക്കാരാണ്. എന്നാൽ മറ്റു ചിലർ എറ്റേണൽ ഗ്രഡ്ജ് ഹോൾഡേഴ്സാണ്. മരിച്ചാലും മാപ്പ് കൊടുക്കില്ലെന്ന കടുംപിടുത്തക്കാർ. ദൈവകൃപയും പരിശ്രമവും കൊണ്ട് ഇവർക്കും ക്ഷമാശീലരും മാപ്പ് കൊടുക്കുന്നവരുമായി തീരാൻ സാധിക്കും. മനസ്സിൽ സൂക്ഷിക്കുന്ന വെറുപ്പും വിദ്വേഷവും സ്വന്തം മനഃശാന്തിക്കും സന്തോഷത്തിനും ദൈവകൃപ സ്വീകരിക്കുന്നതിനുമൊക്കെ തടസ്സമാണ്. വെറുപ്പും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ചിലർ വൈകാരിക പ്രതിസന്ധിയുള്ള ക്ഷിപ്രകോപികളായി തീരാറുണ്ട്. ഇവർ എല്ലാ ബന്ധങ്ങളെയും നിരപരാധികളെയും മുറിവേൽപ്പിക്കും. കടക്കാരോട് ക്ഷമിക്കാൻ കഴിയാത്തവർ പ്രതികാരദാഹികളും
ഉൾവലിയുന്നവരും സന്തോഷം ആസ്വദിക്കാൻ കഴിയാത്തവരുമായേക്കാം. ഇവർ ലഹരിച്ചുഴിയിൽ കാലിടറി വീഴാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ്. വൈകാരിക വേലിയേറ്റ ഇറക്കങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറില്ലാത്തവരുടെ മനസ്സിലെ നിത്യ പ്രതിസന്ധികളായിരിക്കും. മനസ്സിലെ നിരർത്ഥക ചിന്തകളും ശൂന്യതാബോധവും ആത്മീയ മരവിപ്പും ഇവരിൽ നിരാശയും നിസ്സഹായതയും മനം മടുപ്പുമൊക്കെ ഉണ്ടാക്കും. പരസ്പരം വെല്ലുവിളിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ സിനിക് സംസ്കാരത്തിൽ മാപ്പ് കൊടുക്കുന്നത് ഒരുതരം കീഴടങ്ങലായിട്ടാണ് മിഥ്യാഭിമാനികൾ കാണുന്നത്. വെറുപ്പിന്റെ സഹനങ്ങളിൽ നിന്ന് ഫോർഗീവ്നെസ്സിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവയ്പ് അത്ര എളുപ്പമൊന്നുമല്ല. വേട്ടക്കാരന് മാപ്പ് കൊടുക്കാനും പ്രതികാര ചിന്തകളെ നിയന്ത്രണ വിധേയമാക്കാനും മനസ്സിൽ ദൈവ കൃപ കൊണ്ട് നിറയുമ്പോൾ മാത്രമേ സാധ്യമാകൂ. മനുഷ്യനിലെ ദൈവത്തിന്റെ വിസ്മയഭാവമാണ് മാപ്പ് കൊടുക്കൽ. ഫോർഗീവ്നെസ് മാനസികാരോഗ്യത്തിന്റെ ഔഷധ ചേരുവയാണ്. സ്വന്തം മനസാക്ഷി കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചവരെ സ്വതന്ത്രരാക്കി വെറുതെ വിടുമ്പോൾ അനാവശ്യമായ ജാഗ്രതയും ഭയവുമൊക്കെ ഒഴിവാക്കാൻ കഴിയും. വേട്ടക്കാരെ പറ്റിയുള്ള മനസ്സിലെ ഭീതിയും കീഴടക്കപ്പെട്ട ഇരയാണെന്ന പരാജയബോധവുമൊക്കെ മാപ്പ് കൊടുത്തു കഴിയുമ്പോൾ പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങളാണ്. മുറിവേൽപ്പിച്ചവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ അപക്വമായ കാഴ്ചപ്പാടുകളും മനോശാരീരിക വൈകല്യങ്ങളും രോഗങ്ങളുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ ശത്രുവിന് നേരെയുള്ള സംഹാര മനോഭാവം സഹാനുഭൂതിയായി മാറിയേക്കാം. നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച സാഹചര്യങ്ങളും അത് അവരുടെ മനസ്സിലുണ്ടാക്കിയ മുറിവുകളും അവരിൽ പലരും നമ്മോട് ക്ഷമിച്ചതുമൊക്കെ വിലയിരുത്തുമ്പോൾ കടക്കാരോട് ക്ഷമിക്കുവാൻ എളുപ്പമാകും. ക്ഷമിക്കുവാനുള്ള കൃപയ്ക്കായി ക്ഷമയുടെ തമ്പുരാനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ആത്മീയ നൽവരമുള്ളവരുമായി മനസ്സ് തുറക്കുന്നതുമൊക്കെ അനുരഞ്ജന മനോഭാവം ശക്തിപ്പെടാൻ സഹായിക്കും. എല്ലാ മാപ്പുകൊടുക്കലും അനുരഞ്ജനത്തിലേക്ക് നയിക്കപ്പെടണമെന്നില്ല. നമ്മൾ ഔദാര്യപൂർവം നൽകുന്ന ക്ഷമ സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ക്രിമിനൽ മനസ്സുള്ളവരുണ്ട്. അവർ പലപ്പോഴും അനുരഞ്ജനത്തിന് തയ്യാറായില്ലെന്ന് വന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിലും മാപ്പ് കൊടുക്കലിന് പ്രസക്തിയുണ്ട്. മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനും പിരിമുറുക്കം കുറയ്ക്കാനും മുറിവുണങ്ങാനും ദൈവത്തിൽ നിന്ന് പാപക്ഷമ ലഭിക്കാനുമൊക്കെ കടക്കാരോട് ക്ഷമിക്കുന്നത് സഹായകമാകും. മാപ്പ് കൊടുക്കുന്നവരാണ് എപ്പോഴും നേട്ടം കൊയ്യുന്നത്. മാപ്പ് കൊടുത്തിട്ടും പീഡകരിൽ മനംമാറ്റമുണ്ടാകുന്നില്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ടതില്ല. അത് അവരുടെ പ്രശ്നമാണ്. ക്ഷമിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും വൈകാരികവും ആത്മീയവുമായ സൗഖ്യങ്ങളുമൊക്കെ നേട്ടങ്ങളായി നമ്മൾ കാണണം. മാത്രവുമല്ല, പീഡകർക്ക് മാപ്പ് കൊടുക്കുമ്പോൾ
ആ വ്യക്തിക്ക് നിങ്ങളുടെ മേലുണ്ടായിരുന്ന മാനസിക നിയന്ത്രണം അവസാനിക്കുകയാണ്. കടച്ചീട്ടുകൾ അസാധുവാക്കപ്പെടുകയാണ്. മനസ്സ് ഫ്രീ ആകുകയാണ്. മാപ്പ് കൊടുക്കുന്നത് പോലെ തന്നെ മാപ്പ് ചോദിക്കേണ്ടതും അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ്. സ്വയം നീതീകരിക്കാതെ തെറ്റ് സമ്മതിക്കുകയും ഖേദമറിയിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നത് കടഭാരങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. 1 4 വീതം മടക്കിക്കൊടുത്ത സഖായിക്ക് കുറ്റബോധത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. മാത്രവുമല്ല, അവന്റെ വീടിനും കുടുംബാംഗങ്ങൾക്കും രക്ഷയുണ്ടായി. ഇരയുടെ മാപ്പ് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാൻ വേട്ടക്കാരന് കഴിയില്ല. ഒരുപക്ഷെ അവർക്ക് ക്ഷമിക്കാൻ കുറെ സമയം ആവശ്യമായിരിക്കാം. അതുവരെ ക്ഷമാപൂർവം കാത്തിരിക്കണം. മാപ്പ് കൊടുക്കുന്നവർക്കും മാപ്പ് ചോദിക്കുന്നവർക്കും വേണ്ട 3 സാത്വിക ഗുണങ്ങളുണ്ട്. കമ്പാഷൻ, എമ്പതി, റെസ്പെക്റ്റ് എന്നിവയാണ്. കുരിശിൻ ചുവട്ടിൽ പൈശാചിക അട്ടഹാസത്തിലായിരുന്ന ശാസ്ത്രി പരീശ പുരോഹിതരുടെയും റോമ പടയാളികളുടെയും കഥയറിയാതെ ഓടിക്കൂടിയ ജനങ്ങളുടെയും കടങ്ങൾ ഇളച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സകലവും നിവൃത്തിയായെന്ന് കർത്താവ് പറഞ്ഞത്. കടക്കാരുടെ കടങ്ങൾ കൊടുത്തും പറഞ്ഞും തീർക്കുന്നതുവരെ നമ്മൾ മനസ്സിൽ സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ ഒരു അപൂർണതയുടെ അസ്വസ്ഥത നമ്മളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും. മാപ്പ് ചോദിക്കുവാനും കൊടുക്കുവാനും തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാകുന്നത്. കടക്കാരുമായി കടങ്ങൾ സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കുന്ന ജീവിതമാണ് സമുന്നതമായ ജീവിതം. ക്രിസ്തുവിൽ ജീവിക്കുന്നതും മരിക്കുന്നതും ഇവരാണെന്നാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. 14-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. മിനിമം ഗ്യാരണ്ടി പോലുമില്ലാത്ത ഈ ജീവിതത്തിൽ, എപ്പോഴും അസ്തമിക്കാവുന്ന ഈ ജീവിതത്തിൽ, കടക്കാർക്ക് മാപ്പ് കൊടുത്തുകൊണ്ടുള്ള യാത്രയും മടക്കയാത്രയും ശ്രേയസ്കരമായിരിക്കും. ശുഭാശംസകളോടെ എ പി ജോർജ്.